കണ്ണൂരിനെ സംബന്ധിച്ചിടത്തോളം പുത്തരിയായ സംഭവമല്ല, ആദ്യമായ സംഭവമല്ല. നിരവധിയായ ഇതുപോലെ ബോംബ് കിട്ടുമ്പോൾ കൊല്ലപ്പെട്ടിട്ടുള്ള ആളുകൾക്ക് രക്തസാക്ഷി സ്മാരകങ്ങൾ നിർമ്മിച്ചിട്ടുണ്ട്. പുല്ല്യോട് കതിരൂരിലെ പുല്ല്യോടിൽ ഇതുപോലെ വീട്ടിനകത്ത് നിന്ന് ബോംബ് പൊട്ടുമ്പോൾ കൊല്ലപ്പെട്ടു. അവർക്ക് കൊല്ലപ്പെട്ടതിന് ശേഷം അവർക്ക് സ്മാരകം ഉണ്ടാക്കി അവരുടെ രക്തസാക്ഷി അനുസ്മരണ സമ്മേളനം എല്ലാ വർഷവും നടത്താറുണ്ട്. തെറ്റക്കണ്ടിയിൽ ഇതുപോലെ CPM-ന്റെ ബോംബ് കിട്ടുമ്പോൾ പൊട്ടിയ ആളുകൾക്കും ഇതുപോലെ സ്മാരകമുണ്ട്. ബോംബ് പൊട്ടുമ്പോൾ കയ്യും കാലും കണ്ണും നഷ്ടപ്പെട്ടവർക്ക് ബാങ്കിൽ ജോലി കൊടുക്കുന്നുണ്ട്, അവരെ കുടുംബം സംരക്ഷിക്കുന്നുണ്ട്. ഏറ്റവും ഒടുവിൽ ബോംബ് പൊട്ടി പാനൂരിൽ നിന്ന് കൊല്ലപ്പെട്ട ആൾ അത് ജീവൻ രക്ഷാ ദൗത്യമാണെന്നാണ് പറയുന്നത്. ആ ഘട്ടത്തിൽ തെരഞ്ഞെടുപ്പായതുകൊണ്ട് അവരെ അയാളെ തള്ളിപ്പറഞ്ഞെങ്കിൽ പോലും സമീപ ഭാവിയിൽ നിങ്ങൾ നോക്കിയാൽ മതി, വളരെ കൃത്യമായി അവർക്കും സ്മാരകവും അവരുടെ രക്തസാക്ഷി അനുസ്മരണമൊക്കെ CPM നടത്തും. കാരണം CPM-ന്റെ ഒരു കുള്ളത്തൊഴിലാണ് ബോംബ് നിർമ്മാണം. ആ ബോംബ് നിർമ്മിച്ച ആളുകളെ കൊല്ലുക, അതോടൊപ്പം തന്നെ ആ കൊല്ലാൻ വേണ്ടി നിർമ്മിക്കുന്ന ബോംബ് പൊട്ടി ഇത്തരത്തിലുള്ള ക്രിമിനലുകൾ കൊല്ലപ്പെടുക, അവരെ വീരനായകന്മാരായി, വീരപുരുഷന്മാരായി, വീരവിപ്ലവ നായകന്മാരായി വാഴ്ത്തിപ്പാടുക എന്നുള്ളത് CPM എന്ന് പറയുന്നത് പാർട്ടിയുടെ ഏറ്റവും കാടത്ത സംസ്കാരത്തിന്റെ ഭാഗമാണ്. ഒരു ജനാധിപത്യ പാർട്ടിക്ക്, ഒരു രാഷ്ട്രീയ പാർട്ടിക്ക് യോജിച്ചൊരു കാര്യമല്ല ഇതൊന്നും. പക്ഷേ ഇന്നത്തെ കാലത്ത് ഇത്തരം കാര്യങ്ങളൊക്കെ തന്നെ അവർ നടത്തിക്കൊണ്ടേയിരിക്കുന്നു എന്നുള്ളതാണ്. ജനങ്ങളെ ഭയമില്ലാത്ത ഒരു പാർട്ടി അധികാരം ഉറപ്പിക്കുന്നതിന് വേണ്ടി ആളുകളെ രാഷ്ട്രീയ എതിരാളികൾ ഉന്മൂലനം ചെയ്യുന്നതിന് വേണ്ടിയാണ് ഈ ബോംബ് നിർമ്മിക്കുന്നത്. ആ ബോംബ് നിർമ്മിക്കുമ്പോഴാണ് ഇവർ കൊല്ലപ്പെടുന്നത്. അപ്പോൾ അവരും രക്തസാക്ഷികളെന്ന് പാർട്ടിയുടെ കണക്കിൽ എന്നുള്ളതാണ്